ബംഗളൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിന് പിന്നാലെ പഠനം ഉപേക്ഷിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ. അധ്യാപകരുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും കാരണമാണ് 18 വിദ്യാർത്ഥികൾ കൂടി കോളേജ് വിട്ടത്. പരാതി പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ആദിത്യനെ അവസാനമായി കാണാൻ പോലും അനുവദിച്ചില്ലെന്നും ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, ഈ ആദിത്യന്റെ മരണത്തിന് പിന്നാലെയാണ് ബംഗളൂരുവിലെ നഴ്സിംഗ് കോളേജിലെ ക്രൂരതകളുടെ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ സംഭവത്തിന് ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പഠനം ഉപേക്ഷിച്ചിരിക്കുന്നു, പ്രത്യേകിച്ചും 18 വിദ്യാർത്ഥികൾ. അവർ ഉന്നയിക്കുന്ന കാര്യം ഇതാണ്: അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസികവും ശാരീരികവുമായ പീഡനം. അതിൽ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഈ ആദിത്യൻ്റെ മരണത്തിൽ അത് ഉന്നയിക്കപ്പെടുന്നത് പോലുള്ള ഈ ആരോപണത്തിൽ പറയുന്നത് പോലുള്ള ആരോപണം സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയാണ്, കോളേജ് മാനേജ്മെൻറ്റിനെതിരെയാണ്. ഇതിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ വസ്തുതയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നതല്ലേ സഹപാഠികളുടെ ആരോപണവും? ടോമ, തീർച്ചയായും. കാരണം തുടക്കം മുതൽ തന്നെ കോളേജ് മാനേജ്മെന്റിനെ ചോദ്യമുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു കുടുംബം, അതായത് പിതാവും കസിൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത്. മാത്രമല്ല, നിതിൻ രാജ് എന്നൊരു വിദ്യാർത്ഥിയുടെ മരണത്തിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇതേപോലെ ഒരു മരണം. അതായത് കോളേജിലെ അധ്യാപകരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മലയാളി വിദ്യാർത്ഥി കൂടി എന്നതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഇതിൽ, അതായത് സന്ദീപ് പാണ്ഡ്യ എന്ന അധ്യാപകൻ, ഹോസ്റ്റൽ വാർഡനും ഒപ്പം അധ്യാപകനുമായിട്ടുള്ള ഒരാളാണ് ഈ മരണത്തിന് പിന്നിലെന്നാണ് പ്രധാനമായും പിതാവ് ആരോപിച്ചത്. കാരണം ചില വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരം കോളേജ് മാനേജ്മെന്റിനെയും അധ്യാപകരെയും അറിയിക്കണം. അതായത് ഈ അധ്യാപകൻ പറയുന്ന വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരം മാനേജ്മെന്റിന് കൈമാറണമെന്ന സമ്മർദ്ദമുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിന് സമ്മതിക്കാത്തതോടുകൂടി ക്ലാസ്സിൽ വെച്ച് ക്ലാസ് നടക്കുന്നതിനിടയിൽ ഈ ആദിത്യനെ വളരെ മോശമായി സംസാരിക്കുകയും ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ഈ ഒരു ആദിത്യനെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിലാക്കാനും ഈ അധ്യാപകന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ആദിത്യൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് കൂടിയായിരുന്നു. അത്തരത്തിലൊരു ഉത്തരവാദിത്തം കൂടിയുള്ളൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ മാനേജ്മെൻറ്റിന് കൈമാറുമ്പോൾ അത് ആ കുട്ടികളുടെ ഭാവി അടക്കം നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ അതിന് ആദിത്യൻ സമ്മതം അറിയിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സംഭവങ്ങളുമാണ് ഈ മരണത്തിലേക്ക് കലാശിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആദിത്യന് ഉണ്ടായിരുന്നില്ല. കാരണം ഈ മരണം നടക്കുന്നതിന് തലേ ദിവസം, അതായത് ചൊവ്വാഴ്ച രാത്രി അടക്കം കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിക്കുകയും വീഡിയോ കോളിൽ സംസാരിക്കുക അടക്കം ചെയ്തതാണ്. അന്നും ഇത്തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായതായി കുടുംബത്തിന് തോന്നിയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, അന്നേ ദിവസം കോളേജിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്, അതായത് കോളേജ് യൂണിഫോം പാൻറ് ധരിച്ചിരിക്കുന്ന ആദിത്യനാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളെ ആരെയും തന്നെ കോളേജിൽ നിന്നും വീട്ടിലേക്ക് എത്താൻ, അതായത് വരാനോ ആദിത്യൻ്റെ മൃതദേഹം അവസാനമായി കാണുവാനോ കുടുംബാംഗങ്ങളെ ദുഃഖത്തിൽ പങ്കുചേരാനോ അനുവദിച്ചില്ല എന്നൊരു ആരോപണം കൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അവർ ഇവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറം, അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളും കൂടുതൽ സംഭവങ്ങളും പുറം ലോകം അറിയും. അത് കോളേജിന് ചീത്തപ്പേരാകുമെന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് കോളേജ് മാനേജ്മെൻറ്റ് പോയിട്ടുള്ളത്. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, കോളേജ് അഡ്മിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അഡ്മിഷൻ സമയത്ത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കോളേജിൻ്റെ വരുന്ന ബാച്ചിനെ അടക്കം ബാധിക്കും, അഡ്മിഷനെ അടക്കം ബാധിക്കും എന്നൊരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തിനായാലും ഈ വിദ്യാർത്ഥികൾ 18ഓളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോയത് സന്ദീപ് പാണ്ഡ്യ എന്നൊരു അധ്യാപകന്റെ പീഡനവും ഒപ്പം കോളേജ് മാനേജ്മെന്റ് അടക്കമുള്ള തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു രീതിയിലേക്കാണ് അവർ പിരിഞ്ഞു പോയത് എന്നാണ് പറയുന്നത്. കാരണം പരാതി നൽകിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവിടെ നിന്ന് മാറിപ്പോവുക എന്നത് മാത്രമാണ് അവരുടെ അവസാന മാർഗം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ കോളേജ് കോഴ്സ് മതിയാക്കി പോവുകയാണെങ്കിൽ പോലും അവസാന സെമസ്റ്റർ വരെയുള്ള ഫീസ് ഒടുക്കിയാൽ മാത്രമേ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു നൽകുകയുള്ളൂ എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കോളേജിനെതിരെ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിൽ പോലീസിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇന്ന് DGPക്കും, കേരള DGPക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി കൈമാറുകയും ചെയ്യും. തീർച്ചയായും സാരംഗ്, നമുക്കറിയാം ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് സാരംഗ് നേരത്തെ സൂചിപ്പിച്ചു. ആ സംഭവത്തിന് പിന്നാലെ കണ്ണൂർ ദന്തൽ കോളേജിലെ അധ്യാപകനെതിരെ നടപടി സ്വീകരിച്ചതാണ്. കേസും അന്വേഷണവുമൊക്കെ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇവിടുത്തെ ബംഗളൂരുവിലാണ് ഈ സംഭവം. ഇതിൽ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നു. കോളേജ് മാനേജ്മെൻറ്റിനെതിരെ അധ്യാപകരെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. സംഭവത്തിലൂടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ഈ അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമോ?
ആ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ടോം. കാരണം ഇത് കേരളത്തിന് പുറമേ ബാംഗ്ലൂരുവിൽ നടന്നൊരു വിഷയമാണ്. മാത്രമല്ല കുടുംബം എടുത്തു പറയുന്നത് ഇത് DK ശിവകുമാറിൻ്റെ ബന്ധുവായിട്ടുള്ള യുവതി നടത്തുന്ന കോളേജാണ്. അതുകൊണ്ട് തന്നെ കേസ് തേച്ച് മാച്ചു കളയാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുമെന്നൊരു ആരോപണം കുടുംബം തുടക്കം മുതൽ തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ കുടുംബത്തിന് വളരെ നേരം കാത്തിരിപ്പിന് ശേഷമാണ് പോലീസ് FIR ഇടാനും കേസ് രജിസ്റ്റർ ചെയ്യാനടക്കം സമ്മതിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗം കേട്ടതിന് ശേഷമാണ് കുടുംബത്തിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ അനുവദിച്ചതെന്നടക്കമുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ. അതായത് ഈ ഒരു കേസ് കൃത്യമായ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മരണത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കുന്ന രീതിയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ അതായത് കോളേജുമായി ബന്ധപ്പെട്ട അധികൃതർ നടത്തുന്നുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം മറികടന്നുകൊണ്ട് കുട്ടികളുടെ പല വിശദീകരണം വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കേസ് ഏത് രീതിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്, ഈ കോളേജ് മാനേജ്മെൻറ്റ് ഈ അധ്യാപകനെതിരെ നടപടി എടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. കുട്ടികളടക്കം ഇതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു അധ്യാപകനെ മർദ്ദനമേറ്റ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ഈ കുടുംബം പറയുന്ന അതേ ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള ഓഡിയോ സന്ദേശവും കഴിഞ്ഞ ദിവസം കുടുംബം പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സന്ദീപ് പാണ്ഡ്യ എന്നൊരു അധ്യാപകന് നേരെയാണ്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഈ ഒരു മറ്റ് കാരണങ്ങൾ കൂടി ഈ മരണത്തിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ഈ ഇത്രയും കുട്ടികൾ ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകന്റെ മാത്രം നീക്കം കൊണ്ട് മാത്രമാണോ എന്നടക്കമുള്ള വലിയ കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു അന്വേഷണം എത്തുമോ എന്ന് കുടുംബം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണുള്ളത്. കാരണം കുടുംബം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ DGPക്ക് അടക്കം പരാതി നൽകുന്നത്. എന്ത് തന്നെയായാലും പോലീസിന്റെ നീക്കം എന്ത് തന്നെയായാലും അത് നിയമ നടപടിയിലൂടെ തന്നെ നേരിടാനും ആദ്യം തന്നെ നീതി നേടിക്കൊടുക്കാനുമുള്ള ഉറച്ച മനസ്സോടെയാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംസ്കാര ചടങ്ങുകളെല്ലാം അവസാനിച്ചത്. അതിന്റെ നിയമവശങ്ങളും മറ്റ് പോലീസ് നടപടികളടക്കം നിരീക്ഷിച്ചുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ നീക്കം. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.